സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ BR റാങ്ക്ഡ് മാച്ച് കളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അതായത് BR റാങ്ക്ഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BR റാങ്ക്ഡ് കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് കിട്ടാത്തതുകൊണ്ടാണ്. മൊത്തം ലാഗും കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു മാച്ച് കിട്ടത്തില്ല. നല്ലൊരു മാച്ച് കിട്ടിയാൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഫ്രീ ഫയർ ലൈനിലുള്ള റെക്കോർഡ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഇപ്പോൾ പിച്ചിലോട്ട് ഇറങ്ങിയിട്ട് എന്താ പറയുക, ഈ ഒരു പിച്ചിലാകുമ്പോൾ അത്യാവശ്യം എനിമീസ് ഉണ്ടാവും. ഇവരൊക്കെ അടിച്ച് കൊന്നിട്ട് അത്യാവശ്യം കുറച്ച് പ്ലസ്സെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. നോക്കുമ്പോൾ നമുക്ക് സ്നൈപ്പർ കിട്ടി. ദൂരത്തായിട്ടൊരു എനിമിക്ക് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് അടിച്ചുറക്കി. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് M18 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു M18 യൂസ് ചെയ്തിട്ട് ഇനി ഇവിടെയുള്ള എനിമീസിനൊക്കെ അടിക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും അപ്പുറത്തായിട്ടൊരു എനിമിനെ കണ്ട് അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. ഒരടിക്കാനെങ്കിൽ M18 വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ ഓസ്കാർ ക്യാരക്ടർ ഇട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഗൈസ്. അങ്ങനെ അവന് കുറച്ച് മാറി നിന്നപ്പോഴേക്കും കുറച്ച് അടി കൊടുത്തു. പക്ഷെ അവൻ കുറച്ച് ഹെഡ് ഷോട്ട് എന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും റിവൈവ് ആയി വരികയാണ്. വീണ്ടും ഞാൻ പിച്ചിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. പിച്ചിൽ വീണ്ടും ഇറങ്ങിയ പാടെയാണെങ്കിൽ നമുക്ക് പ്ലാസ്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ മാത്രം പോരാ വെച്ച് നമുക്കൊരു ഷോർട്ട് റേഞ്ച് കണ്ണുകൂടി വേണം. പ്ലാസ്മൊക്കെ ആണെങ്കിൽ ആമോയും കാര്യങ്ങളൊന്നും വേണ്ടെങ്കിലും ഇത് ലോങ് റേഞ്ച് കണ്ണായിട്ട് തന്നെ നമ്മൾ ഇപ്പുറത്തുള്ള UMP കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സൈഡിലൂടെ നമ്മൾ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്തായിട്ടൊരു എനിമി റഷ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവന് കുറച്ച് ഡാമേജ് നമ്മൾ UMP വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, അപ്പുറത്താണെങ്കിൽ വേറൊരു എനിമി പറന്നിറങ്ങുന്നുണ്ട്. ഇവനെ അടിച്ചിട്ടപ്പോഴേക്കും അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് അടി കിട്ടി. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ്. കാരണം അപ്പുറത്തായിട്ട് രണ്ടുപേര് ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു കില്ലെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പ്ലാസ്മയും എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇടയ്ക്ക് ടോക്കണൊക്കെ കണ്ട് അതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് പെറുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡാമേജും കാര്യങ്ങളും കൊടുത്ത് ഒരു എനിമിനെ നൈസിൽ കുമ്മിയിട്ടുണ്ട്. കുറച്ചടിക്കാൻ ആ എനിമി ചത്തു. നേരത്തെ അവർ ഫൈറ്റ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിമി ഫുട്ബോളായി വരുന്നുണ്ടായിരുന്നു. അവനെ നല്ല രീതിയിൽ അടിച്ച് ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ട് നല്ല രീതിയിൽ അടിച്ചിട്ട് അവനെ ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അവൻ്റെ അടുത്ത് കുറച്ച് അടി കിട്ടി. പക്ഷെ എനിക്കതൊന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ക്യാരക്ടർ സ്കില്ലിലാണ് നമുക്ക് അത്രയധികം ഷീൽഡ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളിപ്പം എന്താ പറയുക, അവിടെ ടോപ്പിലുള്ള ഒരു എനിമിനെ അടിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അവൻ ഇങ്ങോട്ട് ഇറങ്ങിയതും അവനായിട്ട് ഫൈറ്റ് എടുക്കുന്ന എനിമിനെയും അവനെ അടിച്ചിട്ട് ഗൈസ്. അങ്ങനെ ഇപ്പോൾ 2 കില്ല് വെറുതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുത്തനെ നമ്മൾ ഹെഡ് ഷോട്ടാണ് അടിച്ചത്. അത് സ്കോപ്പ് ചെയ്തിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ്. നമ്മളാണ് ഈ ഒരു പ്ലാസ്മ മാറ്റിയിട്ട് ഇവൻ്റെ ബാഗിൽ നിന്ന് നമുക്ക് XM8 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു XM8 വെച്ചിട്ട് ഇനിയിപ്പോൾ XM8ക്ക് ആമോയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും അടുത്തൊരു എനിമിനെ കണ്ടു. അവനാണെങ്കിൽ ഫുട്ബോളായി വരികയായിരുന്നു. അവനെ അടിച്ചിടാൻ നോക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഗ്ലൂ വാൾക്കിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വെറുതെ അങ്ങ് അടിച്ച് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി ഇപ്പോൾ നമുക്ക് 7 കില്ലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഞാനിനി ഇപ്പോൾ ഈ ഒരു വെൻഡിങ് മെഷീൻ്റെ സൈഡിലോട്ട് വന്ന് നിൽക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്തായിട്ട് ഫയർ ചെയ്യുന്ന സൗണ്ട് കേട്ടു. നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. അവനെ UMP വെച്ച് ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി ഇപ്പോൾ 8 കില്ലും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ പോച്ചിനോക്കിലോട്ട് വിടുകയാണ്. അങ്ങനെ നമ്മളാണ് ഈ പോച്ചിനോക്കിലെത്തിയപ്പോഴാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി. സൂപ്പർ മെഡിക്കറ്റും അവിടുന്ന് ലൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അവർക്ക് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഒരു എനിമിനെ കണ്ട് അവൻ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ വാളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഞാൻ നേരെ ക്യാരക്ടർ സ്കില്ല് ഓണാക്കി റഷ് ചെയ്ത് പോവുകയാണ്. അവൻ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവന് കുറച്ച് അടി കൊടുത്തപ്പോഴേക്കും അവൻ ചത്ത്. അപ്പോൾ അവനായിട്ട് ഫൈറ്റ് ചെയ്തവൻ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവനെ അടിക്കാൻ വേണ്ടി എങ്ങനെയും ഇവിടെ കറങ്ങി കളിച്ച് അവനെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ഇവിടുന്ന് നേരെ ഈ ഒരു കിളിവീടിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോവുകയാണ്. എന്താ പറയുക, ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ട് അവനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഞാൻ ഈ ഒരു ഗണ്ണ് രണ്ടും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഹാമർ യൂസ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഇവിടുന്ന് നൈസിൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഒന്ന് ചാടിയിട്ട് സൈഡിലൂടെ പോവുകയാണ്. മിക്കവാറും ആ ഒരു സിമെൻറ്റ് വീടിൻ്റെ ഉള്ളിലായിരിക്കും ആ ഒരു എനിമി ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഈ മരത്തിൻ്റെ ഒക്കെ അടുത്ത് കൂടെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫ്രീസ് എടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് എറിയാൻ പോവുകയാണ്. അങ്ങനെ എറിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ അവന് ഡാമേജ് കിട്ടുന്നതായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൂടെ വന്നിട്ട് ആ ഒരു സിപ്പ് ലൈൻ വഴി പീക്കിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പീക്കിലോട്ട് പോയിട്ട് എന്താ പറയുക, പിന്നെ ബാക്കി കളിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അപ്പുറത്താണ് ഒരു ഫുട്ബോൾ ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്ത് എന്തോ ഒരു ഇതിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് റഷ് ചെയ്യാണ് ആ ഫുട്ബോളിൻ്റെ എടുത്തിട്ട് അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അവനെ എന്തെങ്കിലും ഫുട്ബോളിൽ നിന്ന് പുറത്താക്കി.
അങ്ങനെ നമ്മൾ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ടിട്ട് റഷ് ചെയ്യായിരുന്നു. പക്ഷേ അവൻ്റെ അടുത്താണെങ്കിൽ ഗൈസ് ഈ ഒരു ഓസ്കാർ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവൻ എന്നെ നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ റാങ്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് 55+ കാര്യങ്ങൾ കിട്ടിയത്. നേരത്തെ വീഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ മാസ്റ്ററിലോട്ട് കണ്ടില്ല, എത്രയും പ്ലസ് വേണം. അപ്പോൾ അത് എടുക്കണം വേണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത്രക്കത്തിനുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.